ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ജാനുവരി 1 നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ വീഡിയോസ് കണ്ടു. നിങ്ങൾക്ക് കുറേ പേര് എന്നെയും വിഷ് ചെയ്തു, ഞാനും നിങ്ങളെ വിഷ് ചെയ്തു. അപ്പോൾ എല്ലാ വിഷ് ചെയ്തവർക്കും താങ്ക്സ്. പിന്നെ രണ്ടാമത്തെ വീഡിയോ ആയാലും അതെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു 1-ാം തീയതി ഇടണമെന്ന്. അതങ്ങോട്ട് നടന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കലണ്ടർ ജാനുവരി ആക്കി വെച്ചു. ഇന്നലെ വരെ ഞാൻ എന്താ പറയുക 2025 എന്ന് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ജനുവരി 1 അങ്ങനെ അങ്ങോട്ട് ആക്കി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലായിടത്തുനിന്നും കലണ്ടറും ഡയറിയും ഒക്കെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡയറിയും കലണ്ടറൊക്കെ. എന്നാൽ ഇതാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക വിലയേറിയ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള കലണ്ടർ. അതെപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മേശപ്പുറത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എല്ലാത്തിലും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് കാണാനായിട്ടൊരു സുഖമല്ലേ. അങ്ങനെ രാവിലെ എണീറ്റു. ഇതാ മുറ്റത്തിറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ പോരാത്ത കാറ്റ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ശരിക്കും പേടിയായി. ഷീറ്റൊക്കെ ഇങ്ങനെ പൊങ്ങണ ഒച്ച ഇവിടെ നിന്നൊക്കെയോ കേൾക്കുന്നുണ്ടായിരുന്നു. സംഭവം നമ്മളുടെ അല്ല. ഞാൻ ചുറ്റും നടന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ഷീറ്റിൻ്റെ അല്ല, പക്ഷേ പടപടപടാന്നുള്ള ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയും വലിയ കാറ്റായിരുന്നു. എന്താണാവോ അങ്ങനെ ഒരു കാറ്റ് എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വേറെ നാശനഷ്ടമൊന്നും ഈ സമയം വരെ ഇവിടെ ഒന്നും കേട്ടില്ല. ലൈൻ പൊട്ടി അങ്ങനെയൊന്നും കേട്ടില്ല. കുറച്ച് നേരം കറണ്ട് പോയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ വക ഭക്ഷണം വേഗം ഉണ്ടാക്കി വെക്കാം. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ 6 മണിക്ക് ഡോണും ഡിവൈനും പിള്ളേർസും കൂടി കോട്ടയത്തേക്ക് പോയേക്കണം. അവർക്ക് ഇന്നൊരു ആദ്യ കുർബാന സ്വീകരണം ഉണ്ട്. ഇന്നലെ ഒരു അച്ഛൻ പട്ടം സ്വീകരണം അച്ഛൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ വക കുർബാനയാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പോവാണ്ട് അവർ ഇന്നാണ് പോയത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി മടങ്ങി എത്തിയിട്ടോ അവർ. അപ്പം ഞാൻ രാത്രിയാണല്ലോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് വന്ന് രാവിലെ കാപ്പിയൊക്കെ വെച്ച് ഡാഡി ഓൾറെഡി ഡാഡിയുടെ വകയാണല്ലോ കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്നലത്തെ വട്ടയപ്പം ബാക്കിയിരിക്കുന്നുണ്ട്, വെള്ളയപ്പം ബാക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ കുറുമ അവിടെ നിന്ന് വാങ്ങിച്ചു എന്നല്ല, അവർ കുറുമ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൂവാണ് കേട്ടോ. അപ്പോൾ അതും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ രാവിലെ അത് മതി എന്ന് വിചാരിച്ചു. ബ്രെഡും ഉണ്ടല്ലോ ഓൾറെഡി, ബ്രെഡും മുട്ടയോ എന്ത് വേണമെങ്കിൽ ആവാം. ഞാനും ഡിമ്പിളും ഡാഡി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. നോക്കിയപ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം ഇന്ന് ക്ലാസ്സില്ലല്ലോ മോനെ, അപ്പോൾ നല്ലോണം ലേറ്റായിട്ട് അവൻ എപ്പോഴാണോ എണീക്കുന്നത് അപ്പം എണീറ്റ് വന്നാൽ മതി, വെറുതെ എണീറ്റ് വന്നിട്ട് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർ എണീക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വേഗം ഇറച്ചി മീനൊക്കെ വെള്ളത്തിലെടുത്തിട്ടു. അപ്പോൾ പരിപാടികൾ കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാമല്ലോ, ഡിമ്പിളുടെ കൂടെ നിന്ന് എന്തെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആദ്യം ഇതേ കട്ട്ലേറ്റിലേക്കുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ അറിയാമല്ലോ ഞാനെങ്ങനെയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ പ്രത്യേകിച്ച് ഇനി പറഞ്ഞു തരണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു വട്ടം കൂടി വേണമെങ്കിൽ പറയാം. അതായത് 3 സെക്ഷനായിട്ടാണ് നമ്മൾ കട്ട്ലേറ്റിൻ്റെ പണി. ആദ്യം ഇറച്ചി വേവിച്ച്, അതായത് ഞാൻ സാധാരണ ചെയ്യുക ഇറച്ചി നമ്മൾ കറിക്ക് വേവിക്കാനിടുമ്പോൾ കുറച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അത് മിക്സിയിലടിച്ച് അത് ഇതിങ്ങനെ ഇറച്ചിയാക്കി മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് സബോള, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം ഈ ഇറച്ചി അതിനകത്തിട്ടിട്ട് നല്ലോണം ഡ്രൈ ആക്കും. ഓൾറെഡി ഡ്രൈ ആയിരിക്കും, എന്നാലും നല്ലോണം ഡ്രൈ ആക്കും. എന്നാലാണ് എനിക്കത് ഒരു തൃപ്തി തോന്നുള്ളൂ. പിന്നെ എടുത്ത് വെക്കാനായില്ല, അതാണ് നല്ലത്. അത് കഴിഞ്ഞ് നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അത് നന്നായി ഉടച്ച് ഇതിൽ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്യുന്ന ഇത്. എന്നിട്ട് അതിൽ മുട്ട പൊട്ടിച്ചിട്ടിട്ട് ബോൾസാക്കി വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ തിളയ്ക്കുമ്പോൾ അത് ഷേപ്പ് ചെയ്തിടുക ചെയ്യുക. എൻ്റെ കയ്യിൽ സാധാരണ മീനിൻ്റെ ഷേപ്പുള്ള അച്ചാണ്. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് എളുപ്പത്തിന് കൈ കൊണ്ട് തന്നെയാണ് ചെയ്യണത്. അത് കൂടാണ്ട് ഞാൻ ചെമ്മീൻ ഒന്ന് പുരട്ടി വെച്ചതിൽ കുറച്ചെടുത്തിട്ട് കുടപ്പുളി ഇട്ടിട്ട് ചാറ് വെച്ചു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞ് അപ്പോൾ ചാറ് വേറൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മാങ്ങ. അപ്പോൾ ഞാൻ മാങ്ങയും ഇഞ്ചി, വേപ്പില, പച്ചമുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് കുടപ്പുളി ഇട്ടിട്ട് ഒരു കുഞ്ഞ് കഷ്ണം കുടപ്പുളി ഇട്ടു. കാരണം മാങ്ങയ്ക്ക് എനിക്ക് പുളി പോരാന്ന് തോന്നി. എന്നിട്ട് ഞാൻ മുളക് പൊടി ഇതെല്ലാം ഇട്ട് വേവിച്ച് കുറച്ച് പുരട്ടി വെച്ച ഇതും കൂടി ഇട്ട് ശേഷം നമ്മുടെ നാളികേരപ്പാൽ ഒഴിച്ച് ഉള്ളി കാച്ചുക ചെയ്തേ കേട്ടോ. ഇതിപ്പോൾ അത് ഒരു വശത്ത് കഴിഞ്ഞോട് കൂടിയിട്ട് ഇപ്പുറത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അപ്പോൾ അതേ കുറേ വിഷുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേതോ ഒരെണ്ണം ഇതിൽ കയറി വന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ അടുക്കളയിൽ ചെയ്ത് വരുമ്പോഴേക്കും ഡിമ്പിൾ അവിടെ നിന്ന് എണീറ്റ് അവൾ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അലങ്കോലപ്പെട്ട് കുറേ ചളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് അത് മറ്റേ എന്താണ് ഫ്ലോർ ക്ലീനറിട്ട് കംപ്ലീറ്റ് ഒന്ന് മോപ്പ് ചെയ്തെടുത്തു.
അതിന് ശേഷമാണ് നമ്മൾ മറ്റേ റോബോട്ടിനെ ഇട്ടത് കേട്ടോ. അങ്ങനെ ദേ ഉച്ചയായപ്പോഴേക്കും ഞാൻ പ്രോൺസ് റോസ്റ്റ് ചെയ്തു. പിന്നെ സാലഡ്, കട്ട്ലേറ്റ്, മീൻ വറുക്കാനായിട്ടുള്ളത് പുരട്ടി വെച്ചു. അങ്ങനെ നമ്മളുടെ സംഭവം അവസാനം കണ്ടുപിടിച്ചു. ഇതല്ല കേട്ടോ, ഇത് ശരിക്കും അവർ കുത്തിപ്പൊളിച്ച് ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ പൊളിച്ചപ്പോഴൊന്നും ഇത് കണ്ടില്ല. ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. പൊക്ലിൻ വന്നിട്ട് ഇതേ പൊളിച്ചതാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, അവിടെ ഒന്നുമില്ല. അങ്ങനെ തൊട്ടിപ്പുറത്ത് എവിടെയോ പൊളിച്ചപ്പോഴാണ് അവിടെ നിന്ന് വെള്ളം കണ്ടത്. അതിവിടെയല്ല, നമ്മുടെ പടിയൊക്കെ പൊളിച്ചിട്ടു കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ. നമ്മുടെ പടിയൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ടാപ്പ് അവിടെ പൊട്ടി വെള്ളം കണ്ടോ. ഈ വെള്ളമാണ് നമ്മളുടെ അടി കൂടെ വന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരുന്നത്. അപ്പുറത്തെ വീട്ടുകാർ ഒരു ക്ഷമയില്ലാണ്ട് നമുക്കൊരു സ്വസ്ഥത തരാത്തതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മളത് അവിടെ നമ്മളെക്കൊണ്ട് പൊളിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു സ്വസ്ഥത തന്നിട്ടില്ല. 2 നേരം വീഡിയോ അയക്കില്ല. നമ്മുടെ ഡ്രെയിനേജ് വാട്ടറാണ്, നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ വെള്ളമാണ്, അതാണ് ഇതാണ്, പൊളിക്കുന്നത് വരെ അവർക്കൊരു സ്വസ്ഥത ഉണ്ടായില്ല. പൊളിച്ച് കഴിഞ്ഞ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെ ക്ലോറിൻ വെള്ളമാണെന്ന് കണ്ടപ്പോൾ തൊട്ടാണ് പിന്നെ ഒന്നും മിണ്ടാണ്ടായത്. കാരണം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് എന്താ പറയുക, ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഡ്രെയിനേജ് വാട്ടറാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വന്ന് ചോദിച്ചവർക്ക് എവിടെ നിന്നാണ് വെള്ളം എന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഒരു കൂട്ടർ അവിടെ നിന്ന് വന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളോട് ഇവർ ചോദിക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ് പറയണത്. പക്ഷെ അതൊക്കെ അവിടെ കിടന്നോട്ടെ. എന്ത് തന്നെയായാലും നമ്മളെപ്പോഴും പറയില്ലേ, കുറച്ച് കാശ് ചിലവായാലും എന്താണ് കാര്യം എന്ന് കണ്ടുപിടിക്കേണ്ടതായിരുന്നു നമ്മളുടെ ആവശ്യം. അത് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അവരെന്താ ചെയ്തോളും. നമ്മളുടെ വശത്തു നിന്നുള്ള കാര്യങ്ങൾ കുറച്ച് കാശ് ചിലവാക്കിയാലും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് ഒന്ന് മെക്കെട്ട് കയറാനോ ഒന്നും നമ്മൾക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പാകപ്പിഴകൾ നമ്മൾക്ക് പറ്റാറുണ്ട്. പക്ഷേ സാരമില്ല. കാരണം നമ്മളെന്താ പറയുക, മിണ്ടാണ്ടിരുന്നിട്ട് പറ്റുന്ന പാകപ്പിഴകൾ നമ്മൾ സഹിക്കുക. കാരണം ദൈവം പല രീതിയിൽ തരുന്ന ഓരോ സഹനങ്ങളായിട്ട് നമ്മൾ അങ്ങോട്ട് കരുതുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങി എണീറ്റതിന് ശേഷം ഡാഡി എനിക്കിതേ കോളിഫ്ലവറും പിന്നെ കയ്പ്പക്കായ നമ്മൾ ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചത് കണ്ടില്ലേ നിങ്ങൾ, അതൊക്കെ നന്നാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ബോക്സുകളിലാക്കി. ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഉച്ചയ്ക്ക് കിടക്കണതിൽ മുമ്പുള്ളതും അത് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 4 മണിക്ക് ഞങ്ങൾ ചായ കുടിച്ചതും കുഴലപ്പാണ് ഞാൻ ബേബി സണ്ണിൽ നിന്ന് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കഴിച്ചതും ഒക്കെ ആക്കി ഡിമ്പിളവിടെ അത് പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെച്ച് തന്നിട്ടാണ് പോയിട്ടോ. അങ്ങനെ ഞാൻ ഈ സംഭവങ്ങൾ ഒക്കെ ബോക്സുകളിലാക്കി. കോളിഫ്ലവർ ഈ പറഞ്ഞ പോലെ 2 തരത്തിലാക്കിയത്, ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യാനും ഒന്ന് ഉപ്പേരി വയ്ക്കാനും. അത് കഴിഞ്ഞ് തക്കാളി, വെണ്ടക്കായ ഇതൊക്കെ ഞാൻ ബോക്സുകളിലാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. കാരണം ഇന്നലെ വാങ്ങിയിട്ട് ഇതൊന്നും ചെയ്യാണ്ടാണ് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഡിവൈനൊക്കെ എത്താറായി. ഡോണും ഡിവൈനും എത്താറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചോറിൻ്റെ പണി അങ്ങോട്ട് കഴിച്ച് വെച്ചാൽ പരിപാടി കഴിഞ്ഞല്ലോ. അങ്ങനെ അയിലായിരുന്നു ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അയില എടുത്ത് വറുത്ത് കഴിഞ്ഞ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ചെയ്തതുണ്ട്. സാലഡ് പിന്നെ എടുത്തില്ല കേട്ടോ. സാലഡ് ഉച്ചയിലത്തെ ആ ബാക്കിയല്ലേ, വെറുതെ ഗ്രീൻ സാലഡ് വൈകുന്നേരത്തേക്ക് പിന്നെ എടുത്താൽ കൊള്ളില്ല. പ്രത്യേകിച്ച് കുക്കുമ്പർ ആകെ ഇങ്ങനെ എന്താ പറയുക തളർന്നിരിക്കുന്നുണ്ടാവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ച് വരുമ്പോഴേക്കും എത്തി നമ്മുടെ പിള്ളേർസ്. അപ്പോൾ ഇവർ വന്നാലേ ശരിക്കും പറഞ്ഞാൽ വീടിനൊരു ഉണർച്ചയുള്ളൂ കേട്ടോ. 9:15 ഇവർ വന്നത്. പാച്ചു മാത്രമുള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വശത്ത് മൂലയിൽ ഇരുന്ന് എന്താ പറയുക, ഓരോന്ന് കാണുകയും അല്ലെങ്കിൽ അപ്പാപ്പൻ്റെ മടിയിൽ കിടന്ന് കളിക്കുകയും ഒക്കെയാണ് ചെയ്യുക. ഇവരും കൂടി വരുന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ മൊത്തത്തിലൊരു ഉഷാറാവുക. വേറെ ഒന്നുമല്ല, സോറി കേട്ടോ, എനിക്ക് ഉറക്കം വന്നിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്ന ഒരു അപാകതയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. പിള്ളേർസ് ആരും ഉറങ്ങിയിട്ടില്ല തോമും. കാരണം ഇവർ കാറിലിരുന്നിട്ട് കോട്ടയത്ത് നിന്ന് കയറിയപ്പോൾ ഉറങ്ങിയതാന്ന് പറയുന്നുണ്ട് 2 ആളും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടന്ന പാച്ചൂട്ടനും എണീറ്റും ഇങ്ങോട്ട് വന്ന് അവരുടെ കൂടെ ഉള്ള കളിയായിട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞ് എന്താ പറയുക, ഡിമ്പിൾ എന്തായാലും വിചാരിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും 2 മണിക്ക് വീഡിയോ ഇടാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഡിവൈനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 2 പേരുടെയും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. കാരണം ഭയങ്കര മടിയും പിന്നെ എന്തൊക്കെയോ എന്താ പറയുക ഇടാനുള്ള ഒരു ഉത്സാഹക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഓൾറെഡി മാംഗോ പൾപ്പ് വെച്ചിട്ട് ഒരു പുഡിംഗ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അത് കട്ടയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബട്ടറിൻ്റെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നാളെ എന്തായാലും അവധിയല്ലേ, എന്നാൽ പിന്നെ കുറച്ച് കസ്റ്റേർഡ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ കസ്റ്റർഡ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് പൾപ്പിട്ട് മിക്സിയിലടിച്ച് മറ്റേ ക്യൂബ്സിലാക്കി വെച്ചാൽ കുട്ടികൾക്ക് ഒരു ഐസ് ഫ്രൂട്ട് പോലെ കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ, അടിപിടിച്ചൊക്കെ കണ്ടോ, മാക്സിമം എത്ര നിർത്താണ്ട് ആക്കിയാലും ഒന്ന് ഇങ്ങനെ അടിയിൽ പിടിക്കുക. അതുകൊണ്ട് നിങ്ങൾ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സ്പൂണാണ്, ആദ്യത്തെ സ്പൂൺ അവിടെ ഇട്ടു. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല, പാൽ ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് അതിൽ കുറച്ചെടുത്ത് 1.5 പാക്കറ്റ് എടുത്തു ഞാൻ കേട്ടോ. അതിൽ കുറച്ചെടുത്ത് ഒരു ഗ്ലാസ്സിൽ മാറ്റി വെച്ചിട്ട് അതിൽ കസ്റ്റേർഡ് കലക്കണം. ഈ പാലിൽ നമ്മൾ പഞ്ചസാര ഇട്ട് നന്നായി കലക്കി പാലൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ കസ്റ്റേർഡ് കുറുക്കി വെച്ചിട്ടുള്ള അത് ഒഴിക്കേണ്ടത്. ആ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ നിർത്താണ്ട് ഇളക്കണം. അതൊന്ന് കുറുകി വരുന്ന പരുവം തിളച്ച് പൊന്തുമ്പോൾ നമ്മളതൊന്ന് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കുക. തണുത്തതിന് ശേഷം നമ്മളത് ബൗളിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ചാലും വിരോധമൊന്നുമില്ല. എടുത്തിട്ട് ഈ ഐസ് പോലെയാവുമല്ലോ, ഫ്രീസറിൽ വെക്കുമ്പോൾ ശരിക്കും ഐസിൻ്റെ ഇതുപോലെയോ അതെടുത്ത് കുറച്ച് പൾപ്പും കൂടി ഇട്ട് നന്നായി അടിക്കുക. ഇനിയിപ്പോൾ കസ്റ്റേർഡ് മാത്രമാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞിടുക. ഇല്ല ഇത് മാത്രമായാലും അവർക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മളുടെ കയ്യിലുള്ള പാലാണ്, പാലും പഞ്ചസാരയും. അത് പഞ്ചസാര മധുരം കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പിള്ളേർസിനുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെയും മിനിയാന്നൊന്നും അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ പോലും ഒക്കെ ഒരുവിധം കുറച്ച് ഭാഗങ്ങൾ ഞാൻ ശരിയാക്കിയല്ലോ. അങ്ങനെ അത് കഴിഞ്ഞതേ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഡിംപിൾ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരാം, എൻ്റെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേഗം വരാമെന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ നടയിൽ പ്രാർത്ഥിക്കുന്നത്, ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് അത് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഡിംപിളിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അതേ സമയം ശരിക്കും 1 മണിയായിട്ടുണ്ട്. കാരണം ഡിംപിളത് പാച്ചു അതിൻ്റെ ഇടയിൽ 2-3 വട്ടം എണീറ്റു. അപ്പോൾ ഇപ്പോൾ മണി 11:15 ആണെങ്കിലും പാച്ചു കുറേ വട്ടം എണീറ്റു. പിന്നെ ഇത് ഷൂട്ട് ചെയ്ത് കഴിയാൻ കുറേ ലേറ്റായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോഴേക്കും ഡിംപിളുടെ എല്ലാം കഴിഞ്ഞ് പോയി. ഡിവൈൻ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 കൂടിയിട്ടായിരുന്നു. അങ്ങനെ അങ്ങനെ 1 ജനുവരി 1 അങ്ങോട്ട് കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറേ സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ള നിമിഷങ്ങൾ സാധാരണ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഓരോ ദിവസവും അങ്ങനെയാണല്ലോ, എല്ലാവർക്കും അങ്ങനെയാണ്. പിന്നെ ഈ TV തുറക്കുമ്പോൾ തൃശ്ശൂരുള്ള ഓരോ ദുർമരണങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനത്തെ ഒന്നും കേൾക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മനസ്സെപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ.